ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ലിസ്റ്റായ DRX ടോക്കൺ വലിയൊരു പ്രോഫിറ്റ് ആർക്കും കിട്ടിയില്ല. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ എക്സ് പോർട്ടലിൽ സ്വാപ്പ് ചെയ്തവർക്ക് ഒരു 40,000 ടോക്കൺസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു $4 $5 അങ്ങനെയൊക്കെയാണ് അതിൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്തവർക്ക് കാര്യമായ പ്രോഫിറ്റൊന്നും ഇല്ല അത് എന്നാണ് തോന്നുന്നത്. ഒരു $2 വാല്യൂ എന്നുള്ളൂ എക്സ്ചേഞ്ചിലൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈൻ ചെയ്തിരുന്ന ഓല ടോക്കണിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഓല ടോക്കണിൻ്റെ വന്നിട്ട് ഈ കാണുന്ന ഒരു ലിങ്ക് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാൻ ഒക്കത്തില്ല. ഈ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ മെറ്റാമാസ്കിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആൾറെഡി നമുക്ക് സീസൺ 1 വന്നിട്ട് get.ioയിൽ ടോക്കൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 2 ഓലയുടെ മാസീവ് സീസൺ 2 വന്നിട്ട് ഒരു 42 മില്യൺ ടോക്കൺസ്, ഏകദേശം 2%, ടോട്ടൽ സപ്ലൈയുടെ 2% നമുക്കിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് കളക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുത്ത് മെറ്റാമാസ്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണിത് ട്വിറ്ററിൽ പോസ്റ്റ്. ഈ ലിങ്ക്, ഈ കാണുന്ന ഈ ലിങ്ക് എന്ത് ചെയ്യുക, ഇത് ഇവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മെറ്റാമാസ്കിലാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രോഷർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇതുപോലെ ആയിരിക്കും നമുക്കൊരു പേജ് ഓപ്പണായി വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു 5 ദിവസം കൂടെ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു only 5 days എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വാലറ്റ് കണക്ട് ചെയ്ത് നോക്കാം. വാലറ്റ് നിങ്ങൾ മുമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന സെയിം വാലറ്റ് തന്നെ ആയിരിക്കണം, ഇല്ല എങ്കിൽ കണക്റ്റ് ആകത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇത് സൈൻ ഇൻ കൊടുക്കുന്നു. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എൻ്റെ വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിഡ്രോ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന get.ioയുടെ നമ്മുടെ UID ഇവിടെ കാണാൻ കഴിയും. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. UID ഇവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ക്ലെയിം യുവർ, ഇത് വന്നിട്ട് 25-ാം തീയതി ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് ക്ലെയിം ആകുന്നത്. ഈ കാണുന്ന ഈ ഭാഗത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഐ ആം എഗ്രി, ഗോ ഇറ്റ് എന്ന് പറയുന്ന ഇവിടെ കൊടുക്കുക. വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആകുന്നുണ്ട്. UID ആൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ടോക്കൺസ് നമുക്കിപ്പോൾ കിട്ടേണ്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ വന്നിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ആൾറെഡി സീസൺ 1 വന്നിട്ട് എനിക്കൊരു 1211 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീസൺ 2 വന്നിട്ട് ഒരു 4197 ടോക്കൺ ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സീസൺ 2 ടോക്കൺ ഇവിടെ കാണുന്നുണ്ടോ, ഇത് വന്നിട്ട് ഡിസംബർ 25 ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ get.ioയിൽ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് അഥേൻ നെറ്റ്വർക്കിൽ വന്നിട്ട് 19-ാം തീയതി മുതൽ ഇതിൻ്റെ എന്താ പറയുക P2P ട്രേഡ്, അതുപോലെ തന്നെ ATH, ഡോജ് കോയിൻ ഇതെല്ലാം വന്നിട്ട് സ്വാപ്പ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്വാപ്പ് ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ETH കിട്ടും. അഥേൻ പാന്തൻ നെറ്റ്വർക്കിൻ്റെ ETH കിട്ടും. പക്ഷേ ആ ETH നമുക്ക് ഒരു എക്സ്ചേഞ്ചിലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം ഒരു എക്സ്ചേഞ്ചിലും അത് ലിസ്റ്റഡ് ആയിട്ടില്ല. എങ്കിലും ഇവിടെ വന്നിട്ട് ട്രേഡൊക്കെ നടത്താം. പിന്നെ വേറെ ഏതെങ്കിലും ഇതിൽ ബ്രിഡ്ജിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവരുടെ ട്വിറ്റർ പേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവരുടെ ട്വിറ്റർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ട്വിറ്ററിലും ഇത് തന്നെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ട് ഇവിടെ പിൻഡ് പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്ന ഇതിൽ ഡിസംബർ 19 ATH ഡോജ് ലിസ്റ്റ് ആകുന്നു എന്ന് പറയുന്ന അഥേൻ സ്വാപ്പ് പ്ലാറ്റ്ഫോമിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെക്സോ ബാങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവരുടെ വാലറ്റാണ്. ഇവർ മെറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റ് പോലെ ഇവർ കൊണ്ടുവന്ന ഒരു വാലറ്റാണ്. ആ വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ പ്ലേ സ്റ്റോറിൽ പോകും. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം
അവിടെ നിന്ന് എങ്ങനെയാണ് മെറ്റാമാസ്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്, നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ വന്നിട്ട് എക്സോ ബാങ്കിൻ്റെ ഒരു മൈനിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇത് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സോ ബാങ്കിൻ്റെത്. അപ്പോൾ എക്സോ ബാങ്ക് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിൻ്റെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇത് അൺലോക്ക് ആക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇത് അൺലോക്ക് ആക്കി കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ എത്തേറിയം കാണുന്നുണ്ട്, അത്തേൻ നെറ്റ്വർക്ക് കാണുന്നുണ്ട്, ഡോജ് കാണുന്നുണ്ട്. മെറ്റാമാസ്കിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. ഇവിടെ വന്നിട്ട് ഡിസ്കവറിൻ്റെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്തേൻ ഡെക്സ് ഇവിടെ കാണുന്നുണ്ട്. സ്റ്റാക്ക് ചെയ്യാൻ കഴിയും. അത്തേൻ സ്വാപ്പ് ഇതിലൊന്നും ഇവിടെ ഇത് ഒന്ന് സ്വാപ്പ് ചെയ്യാൻ കഴിയും. ഇത് രണ്ട് കാണുന്നുണ്ടെങ്കിലും ഇതിൽ വേറെ ഫങ്ഷനൊന്നും കാണുന്നില്ല. ബാക്കി ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ വന്നിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടോക്കൺസ്, ഈ എക്സോ ബാങ്കിൻ്റെ ടോക്കൺസ് നമുക്ക് മൈൻ ചെയ്യാം. ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ ഇത് ബാക്കി ടോക്കൺസിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് 1, 2 എന്ന് പറഞ്ഞത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഈ ഡിസ്കവറി എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മേൽ ഭാഗത്തായിട്ട് ഇവിടെ ഹെക്സോ മൈനിങ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് മൈനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിത് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക, മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 2 മണിക്കൂർ ഇടവിട്ടൊക്കെ ഇതിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് ഇവിടെ എക്സോ ബാങ്കിൻ്റെ ടോക്കൺസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. ഇത് എത്രത്തോളം ഭാവിയിൽ ഇത് പ്രയോജനം വരുമെന്ന് അറിയില്ല, എങ്കിലും വാലറ്റിൻ്റെ ഒരു ടോക്കണാണ്. ഇതിൻ്റെ മൈനിങ് നടക്കുന്നു. ബാക്കി ഡീറ്റെയിൽസുകൾ മുമ്പോട്ട് എങ്ങനെയാണ് വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എക്സോ ബാങ്ക് മൈനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൂം വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബിറ്റ്ഗെറ്റ് വാലറ്റ് അവരുടെ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്ലൂമിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവരാരായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇത് വന്നിട്ട് ബ്ലൂം വന്നിട്ട് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ആയിട്ടുള്ള എക്സ്ചേഞ്ചിൻ്റെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ ചെയ്യുന്നത്. അപ്പം ബ്ലൂമിൻ്റെ ഞാൻ ലിങ്ക് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് സീലിയ ടോക്കൺ വന്നിട്ട് 20-ാം തീയതി ലോഞ്ച് ആകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും നമുക്ക് വിഡ്രോ കിട്ടിയിട്ടില്ല. പ്രീ സെയിലിൽ ബൈ ചെയ്തവർക്ക് എല്ലാവർക്കും വിഡ്രോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊരു സൈറ്റ് വഴി നമുക്ക് വിഡ്രോ തരാൻ ശ്രമിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് നമുക്ക് വിഡ്രോ കിട്ടുകയാണെങ്കിൽ ഇത് ബിനാൻസ് സ്മാർട്ട് ചെയിൻ BNB ചെയിനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകും, എങ്ങനെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള ഫംഗ്ഷൻ എന്നറിയില്ല. ഇതിൻ്റെ വിഡ്രോ ഓപ്പൺ ആകുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിടും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പിന്നെ നമ്മൾ ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന W കോയിനിലൊരു അപ്ഡേറ്റ് കാണുവാനുണ്ടായി. W കോയിൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് മെയിൻ പേജ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ട് ആൾറെഡി ഇതിൽ ടോണെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടോക്കൺസ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വന്നിട്ട് ഇതിൽ W കോയിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, കളക്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് രണ്ടാമത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ചാൻസ് ടു വിൻ ഗാർഡിയൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. ഇതിലും W കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതും കളക്ട് ചെയ്യുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. മൂന്നാമത്തെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഗെറ്റ് മോർ W കീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ഒരു കീ വേണമോ
അപ്പോൾ 2 കീ വേണോ എന്നൊക്കെ നോക്കുക. ഒരു കീക്ക് ഇവിടെ 0.02 ടോൺ കൊടുക്കണം, അല്ലെങ്കിൽ 5 ടെലഗ്രാം സ്റ്റാർ കൊടുക്കണം. ഓക്കെ, ടെലഗ്രാം സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഞാനൊരു 5 ടെലഗ്രാം സ്റ്റാർ ഞാൻ കൊടുക്കണം. ഒരു കീ ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇവർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഇത് എന്താ പറയുക, ടോണൊക്കെ ഇവർ കളക്ട് ചെയ്യാനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് മോർ ഡബ്ല്യു കീസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 1-2 ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള ഇതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഏണിങ്സ് ഫ്രീ ആയിട്ടുള്ള ഡബ്ല്യു കോയിൻ ഏൺ ചെയ്യുക. അപ്പോൾ ഉടനെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ വരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ കൊണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.